നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആധുനിക കാലത്ത് എങ്ങനെയൊക്കെയാണ് മാനസികമായി ചികിത്സകൾ നടത്തുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു രോഗിയുടെ അസാന്നിധ്യത്തിൽ എങ്ങനെ നമുക്ക് അയാളെ ചികിത്സിക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ചോദ്യമുണ്ട്. രോഗിയുടെ അസാന്നിധ്യത്തിൽ ആ രോഗിയെ ചികിത്സിക്കാൻ ആർക്കാണ് സാധിക്കുക? എന്നാൽ ഈ ചോദ്യത്തിന് ഉത്തരമായിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു കഥ ഇവിടെ വിവരിച്ചു തരാം. അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ ന്യൂയോർക്കിലുള്ള തൻ്റെ അമ്മ കൊറോണറി ത്രോംബോസിസ് എന്ന രോഗത്താൽ കഷ്ടപ്പെടുകയാണെന്ന് അറിഞ്ഞു. അവൾക്ക് അമ്മയുടെ അടുക്കലേക്ക് പോകാൻ സാധിച്ചില്ല. എന്നാൽ അമ്മയ്ക്ക് വേണ്ടി അവൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: എൻ്റെ അമ്മ എവിടെയാണോ അവിടെയാണ് രോഗശാന്തി വരുത്തുന്ന ശക്തിയുടെ സാന്നിധ്യം. എൻ്റെ ഉപബോധ മനസ്സിലേക്ക് അമ്മയുടെ ശാരീരികമായ പരിപൂർണമായ ആരോഗ്യത്തെ ഞാൻ പതിപ്പിക്കുകയാണ്. ഒരു സ്ക്രീനിലെ പ്രതിച്ഛായയെ മാറ്റുന്നതിന് അവയെ പ്രതിഫലിപ്പിക്കുന്നവയെ മാറ്റണം എന്ന് എനിക്കറിയാം. ഞാൻ എൻ്റെ അമ്മയുടെ പൂർണ്ണമായ പൊരുത്തത്തോടു കൂടിയുള്ള ആരോഗ്യത്തെ എൻ്റെ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ്. എൻ്റെ അമ്മയുടെ ശരീരവും അതിലുള്ള എല്ലാ അവയവങ്ങളും ഏതൊന്നാണോ സൃഷ്ടിച്ചത്, ആ ഒന്നിൻ്റെ അനന്തമായ രോഗശുശ്രൂഷ ശക്തിയുടെ സാന്നിധ്യം അമ്മയുടെ ശരീരത്തിലൂടെ ഓരോ കോശത്തിലൂടെയും ശാന്തിയുടെ നദിയായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ അമ്മയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരെല്ലാം തന്നെ ദിവ്യമായ മാർഗദർശനവും നിർദ്ദേശവും ലഭിച്ചവരാണ്. അമ്മയുടെ രോഗത്തെ ശമിപ്പിക്കാനായി ആരാണോ അമ്മയെ സമീപിക്കുന്നത് അവർക്കും ഇത്തരത്തിൽ മാർഗനിർദ്ദേശം നൽകപ്പെട്ടിട്ടുണ്ട്. രോഗങ്ങളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുമെന്നതുകൊണ്ട് തന്നെ അമ്മയുടെ ഈ രോഗവും അന്തിമമായ ഒന്നല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സമയം എൻ്റെ അമ്മയിൽ സ്നേഹത്തിൻ്റെ തത്വം സംയോജിക്കുകയും എൻ്റെ അമ്മയുടെ ശരീരത്തിൽ ആരോഗ്യം, സമാധാനം, പൊരുത്തം എന്നിവ വെളിപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ ഞാൻ ആജ്ഞാപിക്കുകയും അറിയുകയും ചെയ്യുന്നു. ആ സ്ത്രീ ഈ രീതിയിൽ പല പ്രാവശ്യം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ അവളുടെ അമ്മയ്ക്ക് അത്ഭുതകരമായി രോഗശമനമുണ്ടായതായി അവൾ അറിഞ്ഞു. എളുപ്പത്തിൽ ശമിക്കാത്ത ഒരു രോഗം വളരെ പെട്ടെന്ന് ശമിച്ചതുകൊണ്ട് അമ്മയുടെ ഹൃദയത്തെ ചികിത്സിച്ച ഡോക്ടറെ ഇത് അതിശയിപ്പിച്ചു. അദ്ദേഹം അവളുടെ ഈശ്വര ശക്തിയിലുള്ള അഗാധമായ വിശ്വാസത്തെ പ്രശംസിക്കുകയും ചെയ്തു. എങ്ങനെയാണ് അവളുടെ പ്രാർത്ഥന അമ്മയിൽ ഗുണകരമായി ഭവിച്ചത്? ശാരീരികമായി പോകാൻ സാധ്യമല്ലാതിരുന്ന ഈ സ്ത്രീ പ്രാർത്ഥനകൾ കൊണ്ട് അമ്മയുടെ രോഗത്തെ സുഖപ്പെടുത്തി. ആ സുഖപ്പെടുത്തൽ നടത്തിയത് ഈ സ്ത്രീയാണോ, അതോ ഉപബോധ മനസ്സിൻ്റെ ശക്തിയോ? മുമ്പുള്ള ഒരു വീഡിയോയിൽ യൂണിവേഴ്സൽ മൈൻഡിനെ കുറിച്ച് നാം പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് യൂണിവേഴ്സൽ മൈൻഡ്? യൂണിവേഴ്സൽ മൈൻഡ് എന്നാൽ ലോകം മൊത്തം വ്യാപിച്ചു കിടക്കുന്ന, ലോകത്തുള്ള എല്ലാവരുടെയും മനസ്സ് കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വലിയ മനസ്സിൻ്റെ ശൃംഖലയാണ്. മനസ്സ് എന്ന തത്വത്തിൽ സമയമോ സ്ഥലമോ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരേ മനസ്സ് നിങ്ങളിലും നിങ്ങളുടെ അമ്മയിലും പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഏത് സ്ഥലത്താണുള്ളത് എന്നത് നിങ്ങളുടെ മനസ്സിന് ഒരു പ്രശ്നമേ അല്ല. യഥാർത്ഥത്തിൽ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്ന രോഗശുശ്രൂഷയ്ക്ക് പകരമായി അസാന്നിധ്യത്തിൽ ഒരു ചികിത്സ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നെ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? അവിടെയാണ് സാർവലൗകിക മനസ്സ് അഥവാ യൂണിവേഴ്സൽ മൈൻഡിൻ്റെ പ്രാധാന്യം കിടക്കുന്നത്. യൂണിവേഴ്സൽ മൈൻഡ് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുകയാണ്. എല്ലായിടത്തും ഒരുപോലെ തന്നെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്നാണ് യൂണിവേഴ്സൽ മൈൻഡ്. എൻ്റെയും നിങ്ങളുടെയും മനസ്സുകളെല്ലാം തന്നെ ഇവിടെ കോർത്തിണക്കപ്പെട്ടിരിക്കുന്നു ഒരു ശൃംഖലാരൂപത്തിൽ. അമ്മയ്ക്ക് രോഗം സുഖപ്പെടണം എന്നുള്ളത് നമ്മുടെ ബോധപൂർവമായ ഒരു ചിന്തയാണ്. അത്തരത്തിൽ പരിപൂർണതയുള്ള, പൊരുത്തത്തോടു കൂടിയുള്ള ഒരു ആരോഗ്യം, ക്ഷേമം, വിശ്രമം എന്നിവയൊക്കെ നിങ്ങളുടെ അമ്മയ്ക്ക് വന്നു ചേരണമെന്ന് നിങ്ങൾ ബോധവാനായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഗുണങ്ങളെല്ലാം നിങ്ങളുടെ അമ്മയുടെ അനുഭവങ്ങളായി ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ വിവരിച്ചിട്ടുള്ള ഈ വിഷയത്തിലും നടന്നിട്ടുള്ളത്. വാസ്തവത്തിൽ സൃഷ്ടിപരമായ മനസ്സ് ഒന്നേയുള്ളൂ. മനസ്സിൻ്റെ ക്രിയാത്മകമായ
നിങ്ങൾക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുന്ന മനസ്സ് ഒന്നേ ഉള്ളൂ. നിങ്ങളുടെ സ്വന്തം മനസ്ഥിതിയിൽ, നിങ്ങളുടെ മെൻറ്റാലിറ്റിയിൽ ആരോഗ്യത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും ഒരു ആന്തരിക റിയലൈസേഷൻ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് നിങ്ങൾ ആരോഗ്യത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും പരിപൂർണതയുടെയും ചിത്രങ്ങളെ പതിപ്പിക്കാൻ ശ്രമിക്കുക. ഉപബോധ മനസ്സിനോട് സംസാരിക്കാൻ പറ്റുന്ന 2 ഭാഷകളെന്ന് പറയുന്നത് നിർദ്ദേശങ്ങളും ദൃശ്യവൽക്കരണവുമാണെന്നിരിക്കെ ഈ 2 വഴികളിൽ ഏതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ ഒരു ചിത്രത്തെ നിങ്ങൾ പതിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനുവേണ്ടി പരിശ്രമിക്കും. അത് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും, നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി ചിന്തിച്ച് പതിപ്പിച്ചു കഴിഞ്ഞാലും, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെയോ നിങ്ങളോട് ബന്ധപ്പെട്ടവരുടെയോ ആരുടെയും ആയിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി ഇത്തരത്തിൽ ഈ രീതിയിൽ ഉപബോധ മനസ്സിലേക്ക് ആശയങ്ങളെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഓട്ടോമാറ്റിക്കായി നിങ്ങളുടെ ഉപബോധ മനസ്സ് ഇതിനു വേണ്ടി പ്രവർത്തിക്കും. നിങ്ങളുടെ ആഗ്രഹത്തെ സഫലീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ്. അതിനു വേണ്ടിയാണ് യൂണിവേഴ്സൽ മൈൻഡ് എന്നൊരു സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത്. അതായത് ഈ യൂണിവേഴ്സൽ മൈൻഡിലൂടെ ആരോഗ്യം, പൂർണ്ണത, ഊർജ്ജസ്വലത എന്നിവയെ പറ്റിയുള്ള നിങ്ങളുടെ ചിന്തകൾ ഈ യൂണിവേഴ്സൽ മൈൻഡിലൂടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. അമ്മയ്ക്ക് വേണ്ടിയാണ് ആരോഗ്യത്തെ നിങ്ങൾ പതിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് തീർച്ചയായും സുഖം വന്നു ചേരും. നമ്മുടെ രോഗങ്ങളെ വളരെ പെട്ടെന്ന്, വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ശമിപ്പിക്കുവാൻ സാധിക്കും. അതിനെക്കുറിച്ചാണ് നാളത്തെ വീഡിയോ. ഏതായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും മറിച്ചുള്ളവർ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.